തുഫലെ, ഇപ്പോൾ ലോക വാർത്തകൾ ഏറ്റവും ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു വാർത്ത നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പത്രത്താളുകളിലൊക്കെ ഒന്നാം പേജിലെ വാർത്തയാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക അമേരിക്ക തടങ്കലിലാക്കിയിരിക്കുന്നു. അപ്പോൾ വെനസ്വേലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അത് വളരെ എന്താ പറയുക, അമേരിക്കയ്ക്ക് ഒപ്പമൊക്കെ എഴിച്ചു നിന്ന ഒരു രാജ്യമാണ്. അമേരിക്കൻ അല്ലേ, അമേരിക്കൻ പ്രവിശ്യയിൽപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തടവിലാക്കിയിരിക്കുന്നു. അമേരിക്ക കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഓപ്പറേഷനാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിൽ അറസ്റ്റിലാക്കിയത് എന്ന് പറയുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും? അതായത് മുമ്പത്തെ വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു ഹ്യൂഗോ ഷാവേസ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. രോഗബാധിതനായി അദ്ദേഹം മരിച്ചതിന് ശേഷം 2013 ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി എത്തിയതാണ് നിക്കോളാസ് മദുറോ. അത് നിക്കോളാസ് മദുറോ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ അമേരിക്ക നിക്കോളാസ് മദുറോയെ ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഷാവേസിനെ പോലെ മദുറോയും വെനിസ്വേലയുടെ എണ്ണ സമ്പത്തിൽ, അതായത് വെനിസ്വേലയുടെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അവരുടെ എണ്ണയാണ്. എണ്ണ സമ്പത്തിൽ കൈവയ്ക്കാൻ അമേരിക്കൻ കമ്പനികളെ ഈ മദുറോ അനുവദിച്ചിരുന്നില്ല. നേരത്തെ ഷാവേസും അതിനെ അനുവദിച്ചില്ല. ഇനി നമുക്ക് മദുറോയുടെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് പറയാം. 2020 മാർച്ച് മാസത്തിൽ മദുറോ ഭരണകൂടത്തിനെതിരെ അമേരിക്കയുടെ ആദ്യ നടപടി ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മദുറോക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ 14 പേർക്കുമെതിരെ മയക്കുമരുന്ന് കടത്തൽ, അതുപോലെ തന്നെ തീവ്രവാദം, അഴിമതി എന്നീ കുറ്റങ്ങൾ അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ചുമത്തി. മദുറോയുടെ അറസ്റ്റിന് സഹായിക്കുന്നവർക്ക് $1.5 കോടി പാരിതോഷികം അമേരിക്കൻ സർക്കാർ പ്രഖ്യാപിച്ചു. എനിക്ക് അതിനുശേഷം 2020 മെയ്യിലേക്ക് വരികയാണെങ്കിൽ മദുറോയെ പിടികൂടാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഗിദയോൺ എന്ന പേരിൽ റെയ്ഡ് നടത്തി ഈ അമേരിക്കൻ സർക്കാർ. അമേരിക്കൻ വിരമിച്ച സൈനികരുടെ നേതൃത്വത്തിൽ വെനിസ്വേലയിലെ മദുറോ വിരുദ്ധർ നടപ്പാക്കിയ ഓപ്പറേഷൻ അടിമുടി പാളിപ്പോയി. പദ്ധതിയെക്കുറിച്ച് കാരണം മദുറോക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചതുകൊണ്ടാണ് ഈ പദ്ധതി വിജയിക്കാതെ പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി 2024 ജൂലൈ, അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചതായി മദുറോ അവകാശവാദം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ കൃത്രിമം നടന്നതായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ആരോപിച്ചു. അതായത് അവര് മദുറോയുടെ ജയത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല. 2025 ജനുവരി ഓഗസ്റ്റ് മാസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെനിസ്വേലയിൽ മദുറോ ഭരണകൂടത്തിനെതിരെ സമ്മർദ്ദ തന്ത്രങ്ങൾ അമേരിക്ക കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാഴ്ച കണ്ടു. മദുറോയുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം $5 കോടി ട്രംപ് ഭരണകൂടം ഉയർത്തി. വെനിസ്വേലയിലെ കാർട്ടൽ ഓഫ് ദ സണ്ണ്, ട്രെൻഡി അരാഗെ എന്നീ മയക്കുമരുന്ന് സംഘടനകളെ വിദേശ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി മുദ്രകുത്തി അമേരിക്കൻ സർക്കാർ. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ലക്ഷ്യം വെച്ചത് മദുറോയെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി മുദ്രകുത്തിയതിലൂടെ മെയിനായിട്ട് ഇവർ ലക്ഷ്യമിട്ടത് വെനിസ്വേലയുടെ എണ്ണ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ നിക്കോളാസ് മദുറോയെയാണ് ഉന്നമിട്ടത്. ഈ 2025 സെപ്റ്റംബർ, അതായത് 4 മാസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന പേരിൽ അമേരിക്ക സൈനിക നടപടി ആരംഭിച്ചു വെനിസ്വേലക്കെതിരെ. വെനിസ്വേലക്ക് സമീപം കരീബിയൻ കടലിൽ US യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇവർ വിന്യസിച്ചു. അമേരിക്ക മയക്കുമരുന്ന് കടത്തുന്നെന്ന് ആരോപിച്ച് ബോട്ടുകൾ ആക്രമിക്കാൻ തുടങ്ങി. 30 ആക്രമണങ്ങളിൽ 110 പേരെയാണ് അമേരിക്ക കൊന്നത്. അതായത് മയക്കുമരുന്ന് കടത്തുമെന്ന് ആരോപിച്ച് ബോട്ടുകൾ ആക്രമിച്ചത്. ഈ 2025 ഡിസംബർ, അതായത് കഴിഞ്ഞ മാസം വെനിസ്വേലയിൽ നിന്ന് എണ്ണയുമായി പുറപ്പെട്ട 2 ചരക്ക് കപ്പലുകളിൽ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. പിന്നെ ഇനി നമുക്ക് ഇന്നലെ എന്താണ്, അതായത് ഇന്നലെയാണല്ലോ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായത്. അയാളുടെ ഭാര്യയെയും മദുറയെയും ഉറങ്ങുന്ന സമയത്ത് വെനിസ്വേലയിൽ സമയം പുലർച്ചെ 2 മണിക്ക് കരക്കാസ് എന്ന് പറയുന്നത് വെനിസ്വേലയുടെ ക്യാപിറ്റലാണ്, ഒട്ടനവധി സ്ഫോടനങ്ങൾ അമേരിക്ക നടത്തി. ഫോർട്ട് ടിവാന സൈനിക താവളത്തിൽ ആക്രമണം ഉണ്ടായി. കരക്കാസിന് മുകളിൽ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ദൃശ്യമായി. അമേരിക്കയിലെ വിമാനങ്ങൾ ദൃശ്യമായി. പുലർച്ചെ 4:00 വെനിസ്വേലയിൽ നടത്തിയ വൻ ആക്രമണം വിജയമായിരുന്നുവെന്നും മദുറോയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും പിടികൂടി വിമാനത്തിൽ വെനിസ്വേലയിൽ നിന്ന് കൊണ്ടുപോയെന്നും ട്രംപ് സോഷ്യൽ മീഡിയ എക്സിൽ അറിയിച്ചു. അതുപോലെ തന്നെ 5 മണിക്കും 12 മണിക്കും വൈകിട്ട് 5 മണിക്ക്, അത് അവിടുത്തെ സമയം കേട്ടോ, കരക്കാസിലുണ്ടായ ആക്രമണം വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് സ്ഥിരീകരിച്ചു. വെനിസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ആണ്, അതായത് ഈ മദുറോ പ്രസിഡന്റ് ആകുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് സ്ഥിരീകരിച്ചത്. എന്നാൽ മദുറോ എവിടെയാണെന്ന് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
കാരക്കാസിൽ ഓപ്പറേഷൻ നടത്തിയത് ഡെൽറ്റ ഫോഴ്സ് ആണെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഉസാമ ബിൻ ലാദനെയൊക്കെ പിടിക്കാൻ കൂടിയ സമയത്ത് അമേരിക്ക ഉന്നയിച്ച ഒരു ഫോഴ്സാണ് ഡെൽറ്റ ഫോഴ്സ്. അമേരിക്കൻ ആ ഭാഗത്തു നിന്ന് ആളപായൊന്നും ഉണ്ടായില്ല ഇന്നലെ നടത്തിയ ആക്രമണത്തിന്. അത് സ്വേച്ഛാധിപതി പോയെന്നും വെനസ്വേലക്ക് പുതിയ പ്രഭാതമെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ പ്രഖ്യാപനമുണ്ടായി. പക്ഷെ അമേരിക്ക ഇങ്ങനെ ഇത് ചെയ്തതിനെതിരെ അവരുടെ നാട്ടിൽ തന്നെ ഡെമോക്രാറ്റുകളുടെ സമരം ഭയങ്കര സമരമുണ്ട്. അമേരിക്ക മാത്രമല്ല, തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ ക്യൂബ, ഇപ്പൊ ചൈന, റഷ്യ, ഇന്ത്യ ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഇതുവരെയായിട്ടും ഒരു നിലപാട് ഔദ്യോഗികമായി. റഷ്യ പ്രതികരിച്ചു, ചൈന പ്രതികരിച്ചു, ക്യൂബ ഒരു അമേരിക്കൻ രാഷ്ട്രമാണ്, ഒരു സൗത്ത് അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. വെനസ്വേലയുമായിട്ട്, ഹ്യൂഗോ ഷാവേസുമായിട്ട് ഫിഡൽ കാസ്ട്രോക്ക് നല്ല ദീർഘകാലം ബന്ധമുള്ള ആളാണ്. അവർ ക്യൂബയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണമാണ്. റഷ്യ രൂക്ഷമായ ഭാഷയിലാണ് അമേരിക്കൻ നടപടിയെ പ്രതികരിച്ചത്. അവരുടെ നാട്ടിൽ തന്നെ ഡെമോക്രാറ്റുകൾ വിമർശിച്ചു. അമേരിക്ക ഡെമോക്രാറ്റുകൾ വിമർശിച്ചു. അതുപോലെ തന്നെ 1977 രൂപീകരിച്ച ഡെൽറ്റ ഫോഴ്സിനെ കുറിച്ച് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകത്തിന് വിവരം ലഭിക്കുന്നത്. ആഗോളതലത്തിലെ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളാണ് ഡെൽറ്റ ഫോഴ്സിന്റെ പ്രധാന ദൗത്യം. ഈ ഡെൽറ്റ ഫോഴ്സാണ് ഇവരെ ആക്രമിച്ചത്. തീവ്രവാദ മയക്കുമരുന്ന് സംഘടനകളുടെ ഉന്നത മേധാവിയെ പിടികൂടി വധിക്കുകയും ചെയ്യുക, ശത്രു രാജ്യങ്ങളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുക. അതായത് ഈ വെനസ്വേലയിൽ ഇവർ ചെയ്ത പരിപാടിയാണ്. പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധിയിൽ വരാത്ത വിധ്വംസക പ്രവർത്തനങ്ങൾ പോലുള്ള ഓപ്പറേഷനുകൾ എന്നീ ദൗത്യങ്ങളും ഇവർ നിർവഹിക്കുന്നത്. അപ്പൊ എന്റെ സംശയം, ഈ അമേരിക്ക എന്തുകൊണ്ട് ഇത്തരത്തിൽ വെനസ്വേലയെ ലക്ഷ്യമിട്ടു എന്ന് വെച്ചാൽ മയക്കുമരുന്ന് കടത്തുമായി, പിന്നെ അവർക്ക് മയക്കുമരുന്ന് കടത്തിൽ അമേരിക്കയിലേക്ക് തന്നെ മയക്കുമരുന്നൊക്കെ കടത്തിവിട്ട് അവിടുത്തെ ജനതയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നും ഒക്കെ വാർത്തയുണ്ട് ഈ വെനസ്വേല. അതിനേക്കാൾ ഉപരി ലോകത്ത് തന്നെ എണ്ണ, അതായത് ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വേല. അപ്പൊ നമ്മുടെ മുമ്പത്തെ ഭരണാധികാരിയായിരുന്ന, അത് കഴിഞ്ഞ തവണ അത് നിക്കോളാസ് മദുറോക്ക് മുമ്പ് വെനസ്വേലയെ നയിച്ച ഹ്യൂഗോ ഷാവേസ് അമേരിക്കക്ക് എണ്ണ കൊടുത്തിരുന്നില്ല. ഹ്യൂഗോ ഷാവേസും സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ്, കമ്മ്യൂണിസ്റ്റാണ് ഹ്യൂഗോ ഷാവേസ്. ഹ്യൂഗോ ഷാവേസിന്റെ അതേ ലൈൻ തന്നെയാണ് നിക്കോളാസ് മദുറോയും പിൻപറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അമേരിക്കക്കെതിരെ നഖശികാന്തം എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ഹ്യൂഗോ ഷാവേസും നിക്കോളാസ് മദുറോയും. അപ്പൊ ചോദിക്കുന്ന ഈ പറയുന്ന മയക്കുമരുന്നിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു കൃത്രിമ കഥയാണോ? അതെ, ഈ എണ്ണപ്പാടം ലക്ഷ്യമിട്ടുള്ള ഒരു മെയിനായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പൊ എന്നെ മയക്കുമരുന്നും തീവ്രവാദവും അഴിമതിയൊക്കെ പറയുമെങ്കിൽ പോലും ഇവരുടെ പ്രധാന ലക്ഷ്യം എണ്ണയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ കോടതിക്ക് മുന്നിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും വിചാരണ ചെയ്യുമെന്ന് പറയുന്നു. വിചാരണ ചെയ്യപ്പെടാൻ സാധ്യത ഒരുപക്ഷെ നിക്കോളാസ് മദുറോക്കെതിരെ കടുത്ത നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അവരെ ജയിലിലടക്കുക അല്ലെങ്കിൽ നാടുകടത്തൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ്. അപ്പൊ ഇനി പകരം ഇദ്ദേഹത്തിന് പകരമായി, നിക്കോളാസ് മദുറോയ്ക്ക് പകരമായി അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒരാളെ പ്രസിഡന്റായി വെക്കുമായിരിക്കും എന്നും അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പൊ ഇനി ഇപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് കുറച്ച് സദ്ദാം ഹുസൈനെ പിടികൂടാനുള്ള റെഡ് ഡോൺ എന്ന ഓപ്പറേഷനിൽ 600 പട്ടാളക്കാർ പങ്കെടുത്തിരുന്നു. അത് അന്നും സദ്ദാം ഹുസൈനെ പിടികൂടാൻ ശ്രമിച്ചതും അറിയാലോ, മറ്റേ അന്ന് ജോർജ് ബുഷ് ആയിരുന്നു. ഓപ്പറേഷൻ നേതൃത്വം നൽകിയത്, റെയ്ഡുകൾ നയിച്ചതും സദ്ദാമിനെ ഒഴുത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതും ഡെൽറ്റ ഫോഴ്സ് സൈനികരായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ മരണത്തിലേക്ക് നയിച്ച റെയ്ഡ് നടത്തിയതും ഡെൽറ്റ ഫോഴ്സ് തന്നെയായിരുന്നു. അപ്പൊ ഈ ഡെൽറ്റ ഫോഴ്സിനെ കൊണ്ടതാണ് നിക്കോളാസ് മദുറോയ്ക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിക്കോളാസ് മദുറോ ഇനി അമേരിക്കയിൽ വിചാരണ നേരിടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ട്രംപും US അറ്റോർണി ജനറൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാർക്കോ ഭീകരത, ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി, യന്ത്രത്തോക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വെക്കൽ, യുഎസിനെതിരെ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മദുറോക്കെതിരെ കുറ്റപത്രത്തിൽ പറയുന്നതെന്നും US അറ്റോർണി ജനറൽ പാം ബണ്ടി ചൂണ്ടിക്കാട്ടി. അതായത് അന്താരാഷ്ട്ര ലഹരി കടത്തുകാരെ പിടികൂടുന്നതിനും അവിശ്വസനീയവും വളരെ വിജയകരവുമായ ദൗത്യം നടത്തിയ ട്രംപിനും US സൈന്യത്തിനും അറ്റോർണി ജനറൽ നന്ദി പറയുകയും ചെയ്തു. അപ്പൊ ഇത് അമേരിക്കയുടെ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ തന്നെയാണെന്നാണ്. കഴിഞ്ഞ ഒരു മാസമായി ഇതിന്റെ പ്ലാനിലായിരുന്നു. അതായത് വേറൊരു കാര്യമുണ്ട്, ഈ മദുറയെ കാത്തിരിക്കുന്നത് നൊരിയേഗയുടെ വിധി. നൊരിയേഗ ആരാണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ പത്നിയെയും മറ്റൊരു രാജ്യം സൈനിക ഓപ്പറേഷനിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ കേട്ടുകേൾവിയില്ലാത്ത അത്യപൂർവ സംഭവമാണ്. അതിനാണ് ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയിലെ മുൻനിര കമാൻഡോ സേനയായ ഡെൽറ്റ ഫോഴ്സ് വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിലെത്തി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും പത്നി സീരിയ ഫ്ലോറസിനെയും അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനിയിപ്പോ ഞാൻ പറയാം, നിക്കോളാസ് നേരത്തെ പറഞ്ഞു മാനുവൽ നൊരിയേഗ 1989 പനാമയിലെ
പട്ടാള ഭരണാധികാരിയായിരുന്നു മാനുവൽ നൊരിയേക്ക. അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്തതാണ് ഇതിനോട് ഏകദേശം സമാനത പുലർത്താവുന്ന മറ്റൊരു സംഭവം. അപ്പോൾ മദുരയെയും നൊരിയേക്കയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും വോട്ടെടുപ്പിൽ കൃത്രിമം കാട്ടി എന്ന് ആരോപണം നേരിട്ടിരുന്നു. മദുരയെ പോലെ നൊരിയേക്കക്കും മയക്കുമരുന്ന് പണത്തിൽ പങ്കുള്ളതായി അമേരിക്ക ആരോപിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പലരും ഈ ട്രംപിനെ അനുകൂലിക്കുന്നവരുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ പ്രസിഡന്റിനെതിരെ അനുകൂലിക്കുന്നവരുണ്ട് എന്നും പറയുന്നു. റിപ്പോർട്ടുകൾ ആ രീതിയിലാണ് പുറത്തു വരുന്നത്. ഏതായാലും ലോക ശ്രദ്ധ ഇപ്പോ തുഹേൽ പറഞ്ഞ പോലെ ഒരു ആശ്ചര്യം, ഒരു പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഇപ്പോ അവര് വിചാരണ കോടതിയിൽ അർദ്ധരാത്രിയാണ് അവരെ കൊണ്ടുപോകുന്നത്, മുഖംമൂടിക്കെട്ടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്, വിചാരണ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് അടുത്ത തവണ ഇരിക്കുമ്പോൾ. ഇവരുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് 450 കോടി രൂപ, ഇന്ത്യൻ മണി 450 കോടിയാണെന്നാണ് പറയുന്നത്. അതായത് മദുറോയ്ക്കും ഭാര്യ സീരിയ ഫ്ലോറസിനും സമാധാന ഗതി ഉണ്ടായേക്കാം. മദുറോയുടെ സർക്കാർ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായി ട്രംപ് ഭരണകൂടം ആരോപിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ സീരിയ ഫ്ലോറസിനും മറ്റു ബന്ധുക്കൾക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. തലയ്ക്ക് 450 കോടി രൂപയുടെ വിലയാണ് ഇട്ടേക്കുന്നതാണ് പറയുന്നത്. ഏതായാലും നമുക്ക് അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ തുടർന്ന് നമുക്കിരിക്കാം.